കോഴിക്കോട് നഗരത്തെ ആശങ്കയുടെ പുകച്ചുരുളുകൾ നിർത്തിക്കൊണ്ട് 1.5 മണിക്കൂറിലധികമായി കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ വൻ തീപിടുത്തമാണ്. ഇപ്പോഴും തീയണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. കാലിക്കറ്റ് എസ്റ്റേറ്റ്സിൽ നിന്ന് സമീപത്തെ കടകളിലേക്ക് തീ പടരുകയാണ്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലാണ് ഈ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. കോഴിക്കോട് മഫ്യൂസൽ ബസ് സ്റ്റാൻഡ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രദേശത്ത് കനത്ത ജാഗ്രത തുടരുകയാണ്. ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തത്സമയം റിയാസ് KMR വിവരങ്ങളുമായി ചേരുന്നു. റിയാസ്, നമുക്ക് അങ്ങേയറ്റം ദാരുണമായിട്ടുള്ള ഒരു അഗ്നിബാധ എന്ന് പറയേണ്ടി വരും. കാരണം വൈകിട്ട് 5 മണിക്ക് തുടങ്ങിയ അഗ്നിബാധ 2 മണിക്കൂർ പിന്നിടുമ്പോഴും ഇപ്പോഴും അടക്കാൻ പറ്റാതെ കൂടുതൽ അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തീ അണയ്ക്കാൻ അഗ്നിരക്ഷാ സേനയുടെ വിവിധ യൂണിറ്റുകൾ 10ലധികം യൂണിറ്റുകൾ ഇപ്പോൾ തന്നെ എത്തി. കൂടാതെ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം തുടങ്ങിയ ജില്ലകളിലെ പരമാവധി അഗ്നിരക്ഷാ സേനയിൽ നിന്നുമുള്ള സംവിധാനങ്ങളെല്ലാം ഇങ്ങോട്ട് എത്തിക്കണമെന്നൊരു നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ മേൽക്കൂര എന്ന് പറയുന്നത് തകര ഷീറ്റുകൾ നിറഞ്ഞ ഒരു മേൽക്കൂരയാണ്. കൂടാതെ നിരവധി ഫ്ലക്സ് ബോർഡുകളുമുണ്ട്. ആദ്യം ഒരു മെഡിക്കൽ ഷോപ്പിന്റെ ഈ പുതിയ ബസ് സ്റ്റാൻഡിലെ മഫ്യൂസൽ ബസ് സ്റ്റാൻഡിലെ മെഡിക്കൽ ഷോപ്പിനകത്തു നിന്നുണ്ടായ ഒരു ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിന്റെ കാരണമെന്നൊരു ആരോപണം ഉയരുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെയായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമില്ല. എങ്കിലും പ്രാഥമിക നിഗമനം അത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക നിഗമനം. ഇവിടെ ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും ഒപ്പം തന്നെ ഉത്തരമേഖല IG രാജ്പാൽ മീണയും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണനും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് എത്തി ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. ഇപ്പോൾ കാലിക്കറ്റ് കാലിക്കറ്റ് വിമാനത്താവളത്തിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ, വിമാനത്താവളത്തിൽ ഉപയോഗിക്കുന്ന ഫയർ എഞ്ചിൻ എത്തിയിട്ട് പോലും ഈ തീ ഒരു പൊടി പോലും നിയന്ത്രണ വിധേയമാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. നേരത്തെ ഇവിടെ ഒരു കോണി വെച്ച് അത് നേരത്തെ തീ നിയന്ത്രണ വിധേയമാക്കിയെടുത്ത് വീണ്ടും അഗ്നിബാധ ഉണ്ടായപ്പോൾ അവിടെ കോണി വെച്ച് ഫയർ എഞ്ചിൻ ഉപയോഗിച്ച് തീയണയ്ക്കാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് ഫലിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ആ ഭാഗത്ത്, അതായത് തീ അണയ്ക്കാൻ വെള്ളം ചീറ്റുമ്പോൾ ചെറുതായി ഒന്ന് ഒതുങ്ങുന്നു. പക്ഷേ അതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ കൂടുതൽ ശക്തിയോടുകൂടി ആളിപ്പടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഈ തകര ഷീറ്റുകളാണ് ഏറ്റവും പ്രധാനമായിട്ടും ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഈ തകര ഷീറ്റിൽ ചൂട് തട്ടി നിൽക്കുന്നതിനാലും ഒപ്പം തന്നെ ഈ ഫ്ലക്സ് ബോർഡുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കെട്ടിടമായതിനാലും ഇതിനെ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴിതാ കാലിക്കറ്റ് വിമാനത്താവളത്തിൽ നിന്ന്, കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന്, കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുള്ള വിമാനത്താവളത്തിലെ ഫയർ എഞ്ചിൻ ഉപയോഗിച്ച് ശക്തമായി വെള്ളം ചീറ്റുന്നുണ്ട്. കൂടാതെ മറ്റു സംവിധാനങ്ങളുണ്ട്. ബലൂൺ ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ, ഇവിടെ വെളിച്ചം ഒരുക്കാൻ വേണ്ടി ബലൂൺ ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. രാത്രിയിലും ഈ ഒരു രക്ഷാപ്രവർത്തനം വളരെ ശക്തമായി തുടരും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പോലീസിന്റെ ഭാഗത്തു നിന്നും ആളുകൾ കൂടി നിൽക്കുന്നതിനെതിരെ അനൗൺസ്മെന്റ് മുഴക്കുന്നുണ്ട്. കാരണം പോലീസിന് നടപടി സ്വീകരിക്കേണ്ടി വരും. ആളുകൾ ഈ ഒരു കാഴ്ച കാണാൻ തിങ്ങിപ്പറക്കുന്നത് ഒഴിവാക്കണം. കാരണം ഇവിടെ ഒരു വലിയൊരു രക്ഷാ ദൗത്യമാണ് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതുമായി സഹകരിക്കണം എന്നുള്ളതാണ് പോലീസ് അഭ്യർത്ഥിക്കുന്നത്. കാരണം വിവിധ ഫയർ എഞ്ചിനുകൾ അതിവേഗത്തിൽ ഇവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്. നേരത്തെ മാധ്യമങ്ങൾ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് മാധ്യമ പ്രവർത്തകർ പോലും സ്വമേധയാ മാറി മറ്റൊരിടത്തേക്ക് മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇത് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഒരു രക്ഷാപ്രവർത്തനം അനിവാര്യമാണ്. കോടികളുടെ ഒരു നാശനഷ്ടമാണ് ഈ ഒരു ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് ഈ ഒരു തീ അണച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ എന്ന്. ഇത് എത്ര മണിക്കാണ് ഈ സംഭവം ഉണ്ടാവുന്നത്? എത്ര മണിക്കാണ് ആദ്യം ഈ തീ പിടിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നതും പിന്നീട് ഈ നിമിഷം വരെ 2 മണിക്കൂറിനിടെ അത് ഏതൊക്കെ രീതിയിലാണ് ആളി പടർന്നത്? വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ സംഭവം എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതായത് ആദ്യം ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നും ഷോർട്ട് സർക്യൂട്ടായി ഈ തീ പതിയെ പുകപടലങ്ങൾ ഉയർന്നു എന്നാണ് ആളുകൾ പറയുന്നത്. ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത് ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വസ്ത്ര വ്യാപാര സ്ഥാപനമാണ്. ഇന്ന് ഹോൾസെയിൽ വിഭാഗത്തിന് അവധിയാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഒഴിവായിട്ടുണ്ട്. പക്ഷേ റീറ്റെയിൽ വിഭാഗം അവിടെ പ്രവർത്തിച്ചിരുന്നു. ഈ തുണിക്കെട്ടുകൾക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലക്സ് ബോർഡുകൾക്കും എല്ലാം തന്നെ
തീ പിടിച്ച് പൊടുന്നനെ തീ പടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയുന്നത്, നേരത്തെ കോഴിക്കോട് ബീച്ചിൽ ഒരു അഗ്നിരക്ഷാ നിലയം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും നഗരത്തിൽ, കൃത്യമായി നഗര മധ്യത്തിലുണ്ടായിരുന്ന ഒരു അഗ്നിരക്ഷാ നിലയം ആരുടെയൊക്കെയോ താല്പര്യപ്രകാരം ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ അഗ്നിരക്ഷാ നിലയം മാറ്റരുത് എന്ന് പലരും പലതവണ ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറായിരുന്നില്ല. ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ തയ്യാറായിരുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു വിമർശന വിധേയമായി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കോഴിക്കോട് ബീച്ചിലെ അഗ്നിരക്ഷാ നിലയം ഈ കോഴിക്കോട് നഗര പരിസരത്ത് നിന്ന് മാറ്റിയതിന് വലിയ വില നൽകേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള ഫയർ യൂണിറ്റുകളും മറ്റ് സംവിധാനങ്ങളും മറ്റിടങ്ങളിലേക്ക് മാറ്റിയതിന് വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു തീപിടുത്തത്തെ കുറിച്ച് ആളുകൾ, സാധാരണക്കാരായ ജനങ്ങൾ ആരോപണമായി ഉന്നയിക്കുന്നത്. നേരത്തെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതാക്കൾ അവരോട് സംസാരിക്കുമ്പോൾ പോലും അവർ സങ്കടകരമായൊരു കാഴ്ച പറഞ്ഞത് ഇതാണ്. ഈ നഗരത്തിൽ ഒരു തീപിടുത്തം ഇതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓടിയെത്താൻ കൃത്യമായ സംവിധാനങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ള ഒരു ആക്ഷേപം ഉയരുകയാണ്. അത് നമ്മുടെ സംവിധാനത്തിന്റെ ഒരു വീഴ്ചയായി കാണുന്നു. എങ്കിൽ കൂടിയും നിലവിൽ രക്ഷാപ്രവർത്തനത്തിനുള്ള ഒരു കൃത്യമായ ഇടപെടൽ പോലീസിന്റെയും ഒപ്പം തന്നെ അഗ്നിരക്ഷാ സേനയുടെയും സന്നദ്ധ വളണ്ടിയർമാർ, അതിൽ എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കാണാം, യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് പ്രവർത്തകരെ കാണാം, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ കാണാം. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുണ്ട്. കോൺഗ്രസിന്റെയും CPIഎമ്മിന്റെയും ലീഗിന്റെയും BJPയുടെയും CPIയുടെയും നേതാക്കളെ നമുക്ക് ഒറ്റനോട്ടത്തിൽ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു അഗ്നി കൂടുതൽ ശക്തിയോടുകൂടി അഗ്നിനാളങ്ങൾ പുറത്തേക്കാണ് വരുന്നത്. അതായത് ഈ ഒരു കെട്ടിടത്തിന് പുറത്തേക്ക് അഗ്നിനാളങ്ങൾ പാറിപ്പടരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ താഴത്തെ നിലയിലേക്ക് ഇതുവരെ അഗ്നി എത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അല്പമെങ്കിലും ഒരു ആശ്വാസമുള്ളത്. മാത്രമല്ല ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതും ആശ്വാസകരം തന്നെയാണ്. നേരത്തെ ഈ ഒരു തീ പടരുന്ന ഘട്ടത്തിൽ തന്നെ ആളുകളെ ഒഴിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അതിൽ കൃത്യമായി ഇടപെടാൻ അധികൃതർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഒരു പ്ലാസ്റ്റിക് എന്നത് എത്രമാത്രം അപകടകരമാണ്, അല്ലെങ്കിൽ ഫ്ലക്സ് ബോർഡുകൾ എത്രമാത്രം അപകടകരമാണ്, തകര ഷീറ്റുകൾ എന്നുള്ളത് അപകടകരമാണ് എന്ന് വ്യക്തമാകുന്ന രീതിയിലേക്ക് കറുത്ത പുക കോഴിക്കോട് നഗരത്തിന്റെ ആ ഒരു ആകാശത്തെ വലയം ചെയ്യുന്ന, അല്ലെങ്കിൽ കൃത്യമായി വന്ന് മൂടുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ ഒരു മഴയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു, മഴ പൊടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാരണം മഴ പെയ്താൽ മാത്രമേ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു പുറത്തേക്ക് തീ ഒഴുകുന്ന പുറത്തേക്ക് പടരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ മഴ പെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു വ്യാപകമായ രീതിയിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇതിന്റെ മേൽക്കൂരയിൽ മാത്രമാണ്, നിലവിൽ ഒരു സ്ഥാപനം മാത്രമാണ് എങ്കിൽ കൂടിയും അതിന്റെ കീഴേ ഉള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് 10-30-ലധികം സ്ഥാപനങ്ങൾ അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. 30-ഓ അല്ലെങ്കിൽ 40-ഓ അതിലധികമോ സ്ഥാപനങ്ങൾ അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു നഷ്ടം, അതിന്റെ വ്യാപ്തി എത്രമാത്രം വലുതാണ് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിയാത്ത വിധം അങ്ങേയറ്റം ഒരു ആഴം ഈ ഒരു ദുരന്തത്തിനുണ്ട് എന്നുള്ളതാണ്, ഈ ഒരു അവസ്ഥയ്ക്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴിതാ ഒരു ഭാഗത്ത് തീ അണച്ചു കഴിയുമ്പോൾ മറുഭാഗത്ത് തീ വീണ്ടും ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ കോഴിക്കോട് നഗരത്തിലുള്ള എല്ലാവരെയും ബാധിക്കുന്ന ഒന്നായിട്ട് ഇത് മാറിയിരിക്കുന്നു. കറുത്ത പുക ഉയരുന്നു. കറുത്ത പുക എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് കത്തുന്നതിൻ്റെ പുക, തുണിത്തരങ്ങൾ കത്തുന്നതിൻ്റെ പുക, ആസ്ബസ്റ്റോസ് ഉരുകുന്നതിൻ്റെ പുക, ഫ്ലക്സ് ബോർഡുകൾ ഉരുകുന്നതിൻ്റെ പുക, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള അതിഭീകരമായിട്ടുള്ള അന്തരീക്ഷ മലിനീകരണമാണ് ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ്, അവിടുത്തെ ഈ വസ്ത്ര വ്യാപാര സമുച്ചയം മൊത്തത്തിൽ കത്തുന്നു എന്ന് പറയുന്ന ദുരന്തം ഒരു ഭാഗത്ത് നിൽക്കെ തന്നെ ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് മാത്രമല്ല കിലോമീറ്ററുകൾ കണക്കിന് ഈ പുക പടരുകയും നഗരത്തിൽ താമസിക്കുന്ന എല്ലാവരുടെയും ശ്വാസകോശങ്ങളെ അപകടപ്പെടുത്തുന്ന രീതിയിൽ അത്രമേൽ ഭീകരമായിട്ടുള്ള മാലിന്യങ്ങൾ ഉൾക്കൊള്ളുന്ന പുകയാണ് പടർന്നുകൊണ്ടിരിക്കുന്നത്. ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിട്ടും അതില്ലാത്തവരെ സംബന്ധിച്ചിട്ടും വലിയ രീതിയിൽ ഇന്നത്തെ രാത്രിയും ഇനിയുള്ള ദിവസങ്ങളും അവരുടെ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള അത്രമേൽ വലിയ കറുത്ത പുകനാളങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്നു. അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ തോത് അതിഭീകരമായിട്ട് വർദ്ധിക്കാൻ പോവുകയാണ്. ഇതാണ് ഈ ദുരന്തത്തിൻ്റെ തീ ആളിപ്പടർന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഉപരിയായിട്ട് ഇനി സംഭവിക്കാൻ പോകുന്ന ഒന്ന് എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കേണ്ടത്. മറുഭാഗത്ത് ഇത് ബസ് സ്റ്റാൻഡാണ്. ഈ ബസ് സ്റ്റാൻഡിൽ ഉള്ള
തുണിക്കടയിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ബസ്സുകളൊന്നും ഇപ്പോൾ അവിടേക്ക് വരുന്നില്ല. എല്ലാ ബസ്സുകളെയും അവിടേക്ക് വരുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. വലിയ ഗതാഗത കുരുക്ക് കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്. ഈ തീ ഇത്രയും നേരമായിട്ട് 2 മണിക്കൂറായിട്ട് 5 മണിക്ക് വൈകിട്ട് തുടങ്ങിയ തീപിടുത്തം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുന്നു. അതായത് 2.25 മണിക്കൂറായിരിക്കുന്നു. ഈ 2.25 മണിക്കൂറായിട്ടും ഇത്രയധികം അഗ്നിശമന സേനാ വിഭാഗങ്ങളും അതിലത്തെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും അത്രമേൽ കഠിനാധ്വാനം ചെയ്ത് വിയർത്ത് കുളിച്ചൊഴുകി ഈ തീ അണയ്ക്കാൻ ശ്രമിച്ചിട്ടും അത് കഴിയാതെ പോകുന്നത് ഒരു വസ്ത്രവ്യാപാരശാലയ്ക്ക് തീ പിടിച്ചു എന്നതുകൊണ്ടാണ്. ആ വസ്ത്രവ്യാപാരശാലയിൽ തുണിത്തരങ്ങളാണ്. എളുപ്പം ആളി പടരുന്ന ഒന്നാണ്. എളുപ്പം ആളി പടർന്ന് അപ്പോൾ തന്നെ അത് അവസാനിക്കുന്ന ഒന്നല്ല. കാരണം അതിൻ്റെ കൂട്ടത്തിൽ പ്ലാസ്റ്റിക്കുകളുണ്ട്. അതുകൂടി ഉരുകിച്ചേർന്ന് അത് പടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മൊർഫ്യൂസ് ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മുകൾ ഭാഗം മുഴുവൻ കത്തി അമർന്നിരിക്കുന്നു. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. ഇന്ന് എത്ര മണിക്ക് പാതിരാത്രി ആയാലും ഇത് അണയ്ക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക ഒരു ഭാഗത്തുണ്ട്. ഇത് അണച്ചു കഴിഞ്ഞാൽ തന്നെയും ഈ ബസ് സ്റ്റാൻഡും പരിസരവും പൂർവ്വസ്ഥിതി പ്രാപിക്കണമെങ്കിൽ ആഴ്ചകൾ എടുക്കേണ്ടി വരും. കാരണം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ. പക്ഷേ ഈ തീപിടുത്തത്തെ തുടർന്ന് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ വയറുകൾ കേബിളുകളൊക്കെ നശിച്ചിരിക്കുന്നു. സ്വിച്ച് ഓൺ ചെയ്താൽ തന്നെ വീണ്ടും ഒരു അപകടാവസ്ഥയിലേക്ക് പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒറ്റ ദിവസത്തെ ഈ ഒരു അഗ്നിബാധ വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറാൻ പോകുന്നത്. അല്ലേ റിയാസ് KMR? തീർച്ചയായും MS, ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ മൊഫീസിൽ ബസ് സ്റ്റാൻഡ് നമ്മൾ കണ്ടിരുന്നത് സ്വകാര്യ ബസ്സുകൾ മാത്രം കയറുന്ന ഒരു ഇടമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അഗ്നിരക്ഷാ സേനയുടെ ഫയർ എഞ്ചിനുകൾ മാത്രം കയറുന്ന ഒരു ബസ് സ്റ്റാൻഡായി മാറിയിരിക്കുന്നു. ഒരു മൊഫീസിൽ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അങ്ങനെ മാറിയിരിക്കുന്നു. ഇതാ പോലീസ് ആളുകളെ കൃത്യമായി മാറ്റുന്നുണ്ട്. ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് പലപ്പോഴും തടസ്സമായി ചിലരെങ്കിലും, എല്ലാ ആളുകളും അല്ല, ചിലരെങ്കിലും ഇവിടെ ഇതിനിടയിൽ നിൽക്കുന്നു എന്നുള്ളത് അത്തരം ആളുകളെ പിടിച്ചു മാറ്റുകയാണ് പോലീസ്. മാത്രമല്ല സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് ഇവിടെ ആളുകൾ, ഈ ഒരു കാഴ്ച കാണാൻ വന്ന ആളുകൾ ഇവിടെ ഇരുചക്ര വാഹനങ്ങളും മറ്റും നിർത്തിയിട്ടിരുന്നത് സന്നദ്ധ പ്രവർത്തകർ തന്നെ മുൻകൈയെടുത്ത് എടുത്തു മാറ്റുന്ന ഒരു. അതെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ആരെങ്കിലും, റിയാസ് ഞാൻ ഇടപെടുകയാണ്, തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ, പ്രത്യേകിച്ചും കോഴിക്കോട് നഗരത്തിലുള്ള ആരെങ്കിലും ഈ വാർത്ത ടെലിവിഷൻ ചാനൽ കണ്ടിട്ട് എന്നാൽ ഇറങ്ങിക്കളയാം, ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് വിചാരിച്ച് ദയവ് ചെയ്ത് പോവരുത്. ഇത് തൃശ്ശൂർ പൂരമല്ല, തൃശ്ശൂർ പൂരം വെടിക്കെട്ടല്ല. ഇത് വലിയൊരു ദുരന്തമാണ്. ഒരു നഗരത്തെ മുഴുവൻ ശ്വാസകോശ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന വലിയ ദുരന്തമാണ്. ഇവിടെ ചെയ്യേണ്ടത് ജനങ്ങൾ മാറി നിൽക്കുക. സന്നദ്ധ പ്രവർത്തകരും അഗ്നിശമന സേനാംഗങ്ങൾക്കും കൃത്യമായിട്ട് ഒരു ദുരന്തമുണ്ടാവുന്ന സമയത്ത് ആ ദുരന്തത്തെ അതിജീവിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുക. അതല്ലേ വേണ്ടത്, അല്ലേ റിയാസ്? തീർച്ചയായും ഇതാ വനമന്ത്രി AK ശശീന്ദ്രൻ ഇപ്പോൾ ഈ ഒരു പ്രദേശം സന്ദർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മന്ത്രി ഈ ഇവിടം സന്ദർശിക്കുന്നുണ്ട്. കൂടാതെ മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ MS പറഞ്ഞതിലേക്ക് തന്നെ വരാം. ഇവിടെ നമ്മളടക്കം നിൽക്കുന്നത് കറുത്ത പുകയാണ്. അത്രയും കട്ടിക്കറുത്ത പുകയാണ് പലപ്പോഴും ഇതിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത്. നമ്മളൊക്കെ മാസ്ക് ധരിച്ചിട്ടാണ് നിൽക്കുന്നത്. നേരത്തെ മാസ്ക് ഇല്ലാതെയാണ് ആദ്യം ഘട്ടത്തിൽ പുകയൊക്കെ ശ്വസിച്ച് നമ്മളും ക്യാമറാമാൻ അടക്കമുള്ള ആളുകളും നമ്മൾ മാത്രമല്ല വിവിധ ചാനലുകളുടെ മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, സന്നദ്ധ വളണ്ടിയർമാർ, ഒപ്പം തന്നെ അഗ്നിരക്ഷാ സേനാംഗങ്ങളൊക്കെ അങ്ങനെയാണ് നിന്നിരുന്നത്. ഇപ്പോഴിതാ നമുക്ക് മാസ്ക് ധരിച്ചിട്ട് പോലും ഈ പുകയുടെ അസ്വസ്ഥത നമുക്ക് മറികടക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സാധാരണക്കാർ ഇത് കേൾക്കുന്നവർ ആരും തന്നെ ഇങ്ങോട്ട് ദയവ് ചെയ്ത് ഈ ഘട്ടത്തിൽ വരാതിരിക്കുക. കാരണം ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു തീ അടക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു ദൗത്യം. ആ ദൗത്യത്തിന് സഹായകരമായ ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് മന്ത്രി AK ശശീന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയേണ്ടതുണ്ട്. അതെ, കളക്ടറും IG-യും സ്ഥലത്തുണ്ട്. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവരുടെ എല്ലാം കൃത്യമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടപ്പാക്കിയെടുക്കുക, ഏറ്റവും പെട്ടെന്ന് ഈ പ്രശ്നപരിഹാരത്തിനുള്ള ഒരു അവസരം ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ക്യാമറയുടെ ലെൻസ് ഇടയ്ക്ക് ഒന്ന് വൃത്തിയാക്കുക, തുടയ്ക്കേണ്ടിയിരിക്കുന്നു. വനമന്ത്രി AK ശശീന്ദ്രൻ പറയുന്നത് പ്രശ്നപരിഹാരത്തിനുള്ള എല്ലാ ശ്രമങ്ങളും ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ അഭിപ്രായ പ്രകടനത്തിനുള്ള ഒരു സമയത്തേക്കാൾ ഉപരി ആക്ട് ചെയ്യേണ്ട സമയമാണ് എന്നാണ് മന്ത്രി ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് ഉണ്ടായിരിക്കുന്ന തീപിടുത്തത്തിൽ നഗരമാകെ കറുത്ത പുക പടർന്നുകൊണ്ടിരിക്കുന്നു. 20-ലധികം ഫയർ യൂണിറ്റുകൾ സ്ഥലത്ത് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും നിയന്ത്രണം വിധേയമാകുന്നില്ല തീ. അത് ആളിപ്പടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വസ്ത്രവ്യാപാരശാലയിലുണ്ടായ വൻ തീപിടുത്തം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായി മാറിയിരിക്കുന്നു. സമീപത്തെ കടകളിലേക്ക് തീ പടർന്നിരിക്കുന്നു. കോഴിക്കോട് നഗരമാകെ കറുത്ത പുക പടർന്നിരിക്കുന്നു. എന്താണ് ഈ തീപിടുത്തത്തിൻ്റെ കാരണമെന്ന് വ്യക്തമല്ല. എന്തായാലും ആ കാരണം ഇപ്പോൾ അന്വേഷിച്ചിട്ടും കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീപിടുത്തം ശമിപ്പിക്കുക, പുക അണയ്ക്കുക, തീ അണയ്ക്കുക എന്നുള്ളതാണ്. ഈ തീപിടുത്തം ഉണ്ടായിട്ടിപ്പോൾ 2 മണിക്കൂറും 21 മിനിറ്റും പൂർണ്ണമായിരിക്കുന്നു. സാധ്യമായതെല്ലാം ചെയ്യുന്നു എന്നാണ് SP ടി നാരായണൻ അറിയിച്ചിരിക്കുന്നത്. രാസവസ്തുക്കൾ ഉപയോഗിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമവും ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. കെട്ടിടം പൂർണ്ണമായും കത്തിനശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ എന്നുള്ള ആശങ്കയുണ്ട്. തുണിത്തരങ്ങളാണ് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലെ ജീവനക്കാർ കുറച്ചു നേരം മുമ്പ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞത്. തുണിത്തരങ്ങൾ ഇട്ടുവച്ചിരിക്കുന്നതെല്ലാം പ്ലാസ്റ്റിക് കവറുകളിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന തുണിത്തരങ്ങൾ, ആ കത്തിപ്പിടിക്കലിനെ ഒന്നുകൂടി ആളിപ്പിക്കുന്ന പ്ലാസ്റ്റിക് പൊതികൾ, ഇത് രണ്ടുമാണ്. എന്ന് മാത്രമല്ല, അവധിക്കാലമാണ്, സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ധാരാളം തുണിത്തരങ്ങൾ അവിടെ കരുതിയിട്ടുണ്ട്. അതെല്ലാം കൂടി കത്തിപ്പടരുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് പരിസരത്ത് തിരക്ക് താരതമ്യേന കുറവായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അപകടത്തിൻ്റെ വ്യാപ്തി കുറച്ചത്. ഇതുവരെയും ആളപായമില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. അഗ്നിരക്ഷാസേനയുടെ 20-ലധികം യൂണിറ്റുകൾ അവിടെ സ്ഥലത്തുണ്ട്. അത് തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. വെള്ളം തീർന്ന അഗ്നിരക്ഷാ യൂണിറ്റുകൾ തിരികെ പോയിട്ട് വെള്ളവുമായിട്ട് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഒരു ഭാഗത്ത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അഗ്നിരക്ഷാസേന യൂണിറ്റ് എത്തി. നേരത്തെ നമ്മളുടെ ദൃശ്യങ്ങൾ തന്നെ റിയാസ് KMR-ഉം ക്യാമറമാനും അത് പ്രേക്ഷകരെ തത്സമയം കാണിച്ചു തന്നിരുന്നു. കടകളിലെ ചില്ലുകൾ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയുണ്ടായി. പ്രദേശത്ത് കൂടുതൽ വെളിച്ചത്തിനുള്ള സംവിധാനം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ വീണ്ടും സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ഇനി രാത്രി ഒരു 12 മണി എങ്കിലും ആകുന്ന അവസ്ഥയിൽ ഇതിനൊരു ശമനമുണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. റിയാസ്, ബീച്ചിലൊരു അഗ്നിരക്ഷാ നിലയം വേണമെന്നുള്ളത് റിയാസ്, അത് ആരോടെങ്കിലും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണോ റിയാസ് ഇപ്പോൾ? തീർച്ചയായും മന്ത്രി AK ശശീന്ദ്രൻ വീണ്ടും മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. MS തീ അണയ്ക്കുന്നതിന് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നടക്കുന്നത് ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ്. വ്യാപാരികളുടെ ആക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഒരു ആക്ഷേപങ്ങൾ പരിശോധിക്കേണ്ട സമയമല്ല ഇത്. കാരണം കോഴിക്കോട് ബീച്ച് അഗ്നിരക്ഷാ നിലയം ഇവിടെ നിന്നും മാറ്റിയത് സംബന്ധിച്ച ആക്ഷേപമായിരുന്നു വ്യാപാരികൾ നേരത്തെ ഉന്നയിച്ചിരുന്നത്. അത് മന്ത്രിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനത്തിന്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, തീയണയ്ക്കാനുള്ള ഒരു പരിശ്രമത്തിനാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് എന്ന് മാത്രമാണ്. അത് പിന്നീട് പരിശോധിക്കാമെന്നുള്ളതാണ് മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത്. ശരി, രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ കളക്ടർക്കും IG-ക്കും പുറമെ മന്ത്രി AK ശശീന്ദ്രനും സ്ഥലത്തുണ്ട്. സമീപ ജില്ലകളിൽ നിന്നും അഗ്നിരക്ഷാ യൂണിറ്റുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. താഴെയുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് തീ പിടിച്ചത് എന്നാണ് പ്രദേശവാസികളിൽ ചിലർ പറയുന്നത്. പക്ഷേ അതിന് ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നുമില്ല. ഈ കടയിൽ തീ പടർന്നപ്പോൾ തന്നെ ആളുകൾ ഓടിമാറി എന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. ബസ് സ്റ്റാൻഡിലെ ബസ്സുകളെല്ലാം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നു. ഈ ഭാഗത്തേക്കുള്ള ഗതാഗതത്തിന് പോലീസ് പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്തെ റോഡ് അടച്ചു. അതോടുകൂടി നഗരത്തിലെ മറ്റ് ഭാഗങ്ങളിലൊക്കെ ഗതാഗത കുരുപ്പ് രൂപപ്പെട്ടിരിക്കുകയാണ്. സമീപത്തെ മുഴുവൻ കടകളിലുള്ളവരെയും പോലീസ് ഒഴിപ്പിച്ചിരിക്കുന്നു. പ്രദേശത്തുള്ള എല്ലാ കടകളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണമെന്ന് മേയർ ബീന ഫിലിപ്പ് അറിയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കടകളിൽ അങ്ങനെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് വിച്ഛേദിക്കേണ്ടതുണ്ട് എന്നതുകൂടി ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്.